മുൾച്ചെടിയിൽ ഊഞ്ഞാലാടുന്ന ഷാനവാസ് ഖാൻ, അതാണ് ടാഗ്ലൈനായിട്ട് ആദില മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് ഷാനവാസിന് കൊടുത്തത്. ആദ്യം അത് പറയുമ്പോൾ ഷാനവാസ് നല്ല ചിരിച്ച് നല്ലതായിട്ടിരിക്കുകയാണ്. പക്ഷെ പോയിൻറ്റുകൾ പറഞ്ഞു വരുന്തോറും ഷാനവാസിൻ്റെ ഫേസ് ചേഞ്ചായി. കാരണം ഇങ്ങനെ ഒരു പേര് ഞാൻ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നല്ലോ അനീഷേട്ടനും ഷാനവാസ് ഖാനായിട്ടൊക്കെ ഉള്ളത്. അപ്പോഴെല്ലാം ഷാനവാസ് ഖാൻ എപ്പോഴും ഇങ്ങനെ തമാശ പറയുമ്പം എൻ്റെ മനസ്സിൽ തോന്നി, ഇത് തെറ്റിദ്ധരിക്കപ്പെടുമോ? നമ്മൾ തമാശയൊക്കെ പറയുന്നത് ഒരു സൈഡ്, പക്ഷേ അത് വേറൊരു തലത്തിലേക്ക് പോകുന്നതിന് അധികം സമയമൊന്നും വേണ്ട. ഞാൻ ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ഷാനവാസ് ഖാൻ അനുമോളും അനീഷേട്ടനുമായിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഷാനവാസ് ഖായോട് ഞാൻ ചെന്ന് പറഞ്ഞതാണ്, ഷാനവാസ് ഖാൻ ഇത് കൂടുതൽ തമാശ, അത് പിന്നെ കാര്യമാവും. അപ്പം ആ ഷാനവാസ് ഖായുടെ ആ ഒരു പ്രതികരണം അതെനിക്ക് ഒട്ടും ഞാനത് കൺസേൺ ചെയ്യുന്നില്ല. എനിക്കറിയാം, നമ്മൾ തമാശകൾ വേറെ, കാര്യം വേറെ. ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ടങ്ങ് പോവും. പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ ലൈഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്കിതിനോട് യോജിപ്പില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേന് ഷാനവാസിൻ്റെ ഫേസ് കട്ടൊക്കെ അങ്ങ് മാറി. ഷാനവാസ് അങ്ങ് സീരിയസ് ആയിട്ടിരിക്കുന്നുണ്ട് അതിൽ പറയുന്നത് കേട്ടിട്ട്. ഷാനവാസ് മാത്രമല്ല, കണ്ടസ്റ്റൻറ്റുകൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ അനീഷിനെയും അനുമോളെയും ചേർത്ത് കളിയാക്കിയതും ലൈവിൽ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് ചെയ്തതും ഷാനവാസ് തന്നെയാണ്. ഷാനവാസ് അങ്ങനെ കാണിച്ചു തുടങ്ങിയതിന് ശേഷമായിരിക്കണം അനുമോളും അനീഷും ഒക്കെ അതിനൊപ്പം നിന്നത്, അല്ലെങ്കിൽ ചിരിച്ച് തള്ളിയത്. ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് അത് വഴിമാറിയപ്പോൾ ഷാനവാസിൻ്റെ ചൂടും ഷാനവാസ് മാറ്റി. അനുമോൾ സത്യസന്ധതയില്ലാത്ത വ്യക്തി. ഇന്നലെ ആ ഒരു ആക്ടിവിറ്റിക്കകത്ത് ഷാനവാസ് അനുമോളെ പറയുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും. ആരും അത്ര ഇതായിട്ട് വേറെ ഒരാളെ, ഒരു കണ്ടസ്റ്റൻറ്റിനെ പറ്റി ഒരാളും പോലും പറഞ്ഞിട്ടില്ല. അനുമോൾക്ക് കിട്ടിയത് നൂറയുടെ പേരാണ്. പക്ഷേ നൂറയായിട്ടൊക്കെ പിണങ്ങിയിരുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അനുമോൾക്ക് പറയാമായിരുന്നു. പക്ഷേ അനുമോൾ അതൊന്നും പറഞ്ഞില്ല. സത്യസന്ധതയില്ല, ഒരു പറയുന്നതൊക്കെ കള്ളമാണ്. എന്തൊക്കെയാണ് ഷാനവാസ് പറഞ്ഞതെന്നുള്ളത് ഇന്നലത്തെ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ആ ഒരു ആക്ടിവിറ്റിയിൽ ഷാനവാസ് 100% ഗെയിമർ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്, അനുമോളുടെ ഫോട്ടോ ഒട്ടിക്കുന്നുണ്ട്, 100% ഗെയിമറെന്ന്. പക്ഷേ അന്നേരം അനുമോളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അനുമോൾ അവിടെ ഗെയിമിൻ്റെ പ്ലാൻ ബേസിലാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഷാനവാസ് പിന്നീട് പറഞ്ഞ ഓരോ പോയിൻറ്റിലും അനുമോൾക്കിട്ട് കുത്തുന്ന കണക്കുള്ള ഒരു ഇതാണ് പറഞ്ഞത്. ഷാനവാസ് പറഞ്ഞതിൻ്റെ തൊട്ട് പുറകെ ലാലേട്ടൻ വിളിക്കുന്നത് പോലും അനുമോളെയാണ്. പക്ഷേ അനുമോൾ വന്നിട്ട് നൂറയുടെയാണ് പേര് അനുമോൾക്ക് കിട്ടിയത്. അനുമോൾ മാന്യമായിട്ട് 100 കൊടുക്കേണ്ടതിനടുത്ത് 100 തന്നെ കൊടുത്തു. എനിക്ക് തോന്നുന്നു 50-ൽ താഴെ ഒരു പോയിൻറ്റും ഒരു കാര്യത്തിനകത്തും അനുമോൾ 100ക്ക് കൊടുത്തിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണം, 100 കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരാൾ ചെയ്തത് നല്ല കാര്യമാണെങ്കിൽ ആ നല്ലതെന്ന് അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ഇതെന്തോ വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഷാനവാസ് ഇന്നലെ പറഞ്ഞതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് ഈ അനുമോളുടെയും അനീഷിൻ്റെയും ഈ ഒരു വിഷയത്തിൽ ഷാനവാസ് കാണിക്കുന്ന ആ ഒരു രീതിയും കണ്ടിട്ടായിരിക്കണം ഇപ്പം ആദില അത് പൊളിച്ച് പറഞ്ഞിരിക്കുകയാണ് ലൈവിൽ.